അതെ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ട് 1 കപ്പ് റവപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് വേണ്ട കേട്ടോ, ഏകദേശം 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും ഉപ്പ് എത്തുന്ന വിധത്തിൽ നമ്മൾ നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ വെക്കുക. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ. ഞാൻ ഇതിലേക്ക് എടുത്തത് 1 കപ്പ് വെള്ളമാണ്. 1/2 കപ്പ് ഇതിലേക്ക് 3/4 കപ്പ് വെള്ളമെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ ഒഴിച്ച് കൊടുക്കണം. ഇനി അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി കുക്കറിലേക്ക് കടല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര രസമാണ് കേട്ടോ കടലേൻ്റെ കഥ. ഓക്കെ, കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൽ 2 എരിവില്ലാത്തതാണ്, 1 മാത്രമേ ഉള്ളൂ അധികം എരിവുള്ളത് കേട്ടോ. അങ്ങനെ പച്ചമുളക് 3 എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിലുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് പിന്നെയും പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കും, പക്ഷേ അപ്പം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വിസിൽ വരുന്ന വരെ, എത്ര വിസിൽ, 5 വിസിൽ വരുന്ന വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റവ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എത്രയാണോ റവ എടുത്തത് അതേപോലെ അരിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനിയും വെള്ളം വേണം, സെപ്പറേറ്റ് ആയിട്ട് അത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മളങ്ങനെ ചെയ്യുക. ഇനി വെള്ളം വേണമെന്നുണ്ട്, വെള്ളം ഉണ്ട്, അതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഞാനിത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടണം കേട്ടോ. അങ്ങനെ നമ്മളത് ഡിഫറെൻ്റായിട്ട് വരണം. അത് നന്നായിട്ട് ഒട്ടി പിടിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടണം കേട്ടോ. റവ പെട്ടെന്ന് വെള്ളം തട്ടി അപ്പം തന്നെ റവ ഒട്ടി പിടിക്കാൻ തുടങ്ങും. അപ്പോൾ ഒട്ടി പിടിക്കാത്ത രീതിയിൽ നമുക്കതങ്ങനെ കൈയോട് ഇങ്ങനെ എതിർത്തി ഇങ്ങനെ കൊണ്ടുവരണം. എതിർത്ത് മീൻസ് നമ്മളിങ്ങനെ എന്താ പറയുക, അങ്ങനെ ആക്കിയെടുക്കണം. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കരുത് ആ ഒരു ഇത്. ഇനി ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഉപ്പ് ആദ്യത്തിൽ തികഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം രണ്ടാമത് നമ്മൾ ഉപ്പിട്ടെടുത്താൽ മതി, ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട്. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത്, ഒരു 3-4 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. അത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം മാത്രം നന്നായിട്ടൊന്ന് ക്രാക്ക് ചെയ്തതിന് ശേഷം മാത്രം. എന്ന് വെച്ചാൽ നമ്മളത് അധിക നേരം മിക്സി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കരുത്, ജസ്റ്റ് ഒന്ന് തിരിക്കുക പോവാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ആക്കിയിട്ടുണ്ട് കേട്ടോ. മിക്സി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, നമ്മൾ റവ ഇട്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് തന്നെ മനസ്സിലാവില്ല. റവൻ്റെ ടേസ്റ്റ് നല്ല രീതിയിലുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ വെള്ളം ഒഴിച്ചുണ്ടാക്കിയതല്ലേ, ഇങ്ങനെ പൊടിയായിട്ട് കിട്ടുന്നത്. അത് ആ റവ ആണ് കേട്ടോ. ആ റവയിലെ ഈർപ്പ് മുഴുവൻ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പം എല്ലായിടത്തും എത്തും. അപ്പോൾ പിന്നെ നമുക്കത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും, നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ എങ്ങനെ ഇത് മാറ്റി വെച്ചിട്ട് ഇനി ബാക്കിയുള്ള പുട്ടിൻ്റെ പൊടി കൂടെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ എല്ലാം കൂടെ ഒപ്പിട്ട് കൊടുക്കരുത്, ആകെ കൊളായി പോകും. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് കണ്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇതെന്താ പറയുക, നമുക്ക് രാവിലെ ഉണ്ടാക്കി വെച്ചാലും അത് വൈകുന്നേരം ആകുമ്പോഴത്തേനും നല്ല സോഫ്റ്റ് ആകും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചോറ് കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്കത് സോഫ്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ചോറിട്ട് കൊടുത്തിട്ട് ഇപ്പോഴും നമുക്കത് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ ചോറ് കൂടെ ഇട്ട് കൊടുത്താൽ, പക്ഷെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചോറ് ചേർക്കേണ്ട വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. പുട്ടുകുറ്റിയിൽ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഈസി റെസിപ്പിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം നമുക്ക് അരിപ്പൊടി കൈകൊണ്ട് ഇതാക്കിയതിനെക്കാട്ടിലും ഏറ്റവും ഈസിയാണ് നമ്മളിങ്ങനെ റവ കുതിർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഗോതമ്പിലും നമുക്ക് ചെയ്യാം, റവ ചേർക്കണം എന്നുള്ളത്. റവയും ചോറും നമുക്ക് ഒരുപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഉണ്ടാക്കാനുള്ളൊരു ഭാഗമുള്ളൂ. അപ്പം ഞാനൊരു ഭാഗത്ത് തേങ്ങ ചെറുവിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൽ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത് എന്താ പറയുക, ഞാൻ
ഇതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വിസിൽ കടലല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കുറേ നേരം വെച്ചിരുന്നു. അപ്പോൾ ഇതാ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത് പുട്ടുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനായിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇനി നമുക്കത് പുട്ടിൻ്റെ കുറ്റിയിലേക്ക് ആദ്യം നമ്മൾ കുറ്റി ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുക. നമ്മൾ ആവി വരുമ്പോൾ നമുക്കന്ന് ജസ്റ്റ് അവിടെ വെച്ചാൽ മതി, ഒരു 2 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. ആവി വന്നതിന് ശേഷം മാത്രം പുട്ടിട്ട് കൊടുത്താൽ മതി, പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ ഒട്ടി പിടിക്കലൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ ഇട്ടിട്ട് ആവശ്യമുള്ള തേങ്ങയൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് നമ്മൾ അധികമൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. നമ്മളങ്ങനെ നന്നായിട്ട് ഇട്ട് അമർത്തേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുറേ നേരമൊക്കെ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നതൊന്നും നമ്മൾ അധികം കഴിക്കാനൊന്നും നിൽക്കില്ല. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേന് ചിലതൊക്കെ പ്രത്യേകിച്ച് പുട്ടൊക്കെ ആകും പെട്ടെന്ന് കേടുവരും. പക്ഷേ ഈ പുട്ട് അങ്ങനെ കേടൊന്നും വന്നിട്ടില്ല കേട്ടോ. കണ്ടില്ലേ എത്ര സോഫ്റ്റാല്ലേ. അത് നന്നായിട്ട് അതൊന്നും കേട് പോലും വരാതെ ആ സോഫ്റ്റ് എവിടെ ഒട്ടി പിടിക്കാത്ത രീതിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിൽ വെള്ളമുണ്ട്, വെള്ളത്തിൻ്റെ ഒരു കുറവും മിസ്റ്റേക്കൊന്നും ഇതിലില്ല. വെള്ളം ആവശ്യത്തിനൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പുട്ട് കുതിർക്കുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. ആവശ്യത്തിലുള്ള വെള്ളം റെഡി ആയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മളത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിലുള്ള വെള്ളം ആയിന്ന് ഉറപ്പായാൽ മാത്രമേ നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ അരിപ്പൊടി ഇട്ടിട്ടും വെള്ളത്തിൻ്റെ ഒരു ഇത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചോറ് ഇട്ട് കൊടുത്തിട്ട് മിക്സിയിട്ടൊന്ന് ജസ്റ്റ് വെച്ചാൽ മതി. ഇനി നമ്മൾ കടലക്കറി ഉണ്ടാക്കാറുണ്ട്. അതിന് ഇഞ്ചി വെളുത്തുള്ളി വെളിച്ചെണ്ണയിൽ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് സവാള ഞാൻ ചേർത്തെടുക്കുന്നത്, ഒരു സവാളയാണ് ഞാൻ ചേർത്ത്. ഇത്രയൊന്നും വേണ്ട, നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഉള്ളി ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ഓക്കെ ആയതിന് ശേഷം മാത്രമാണ് നമുക്ക് നന്നായിട്ട് വാടി കിട്ടണം കേട്ടോ. ഉപ്പിട്ടാൽ ഓൾറെഡി വാടും. നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാൻ പറ്റുള്ളൂ. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ജീരകം, കുറച്ചെന്ന് വെച്ചാൽ 1/2 ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ഗരം മസാല, ഒരു 1/2 ടീസ്പൂണും ഇല്ല കേട്ടോ, 1/4 ടീസ്പൂണ് ഗരം മസാല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ട് പെട്ടെന്ന് വെന്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഇടാം കേട്ടോ. എനിക്ക് അങ്ങനെ ഇടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. അങ്ങനെ ഇടലുണ്ട് കേട്ടോ, പെട്ടെന്നാവാൻ വേണ്ടി ഇടലുണ്ട്. ഇതെന്താ കടല കുക്കറിലല്ലേ വേവിച്ചേ? അതെന്താ പാത്രത്തിൽ? അത് ഞാൻ കാണിച്ചു തരാം. കുക്കർ കരിഞ്ഞു പോയിടോ. കരിഞ്ഞു പോയിട്ട് ഇപ്പം എന്താ, കടല കിട്ടി, കടല കേട് വരാതെ കിട്ടി. പക്ഷെ വിസിലങ്ങനെ അടിക്കുന്നുണ്ട്, ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടോ, കടലക്കൂടെ മിക്സാക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിച്ച് പോകരുത്. ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ട് എത്രയോ ചുടുവെള്ളം, 1/2 കപ്പ് ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ഒരു 1/4 കപ്പ് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ആ വെള്ളം കൂടെ ചേർക്കണം. വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എടുക്കാം. കണ്ടോ നമ്മളെ കുക്കറിൻ്റെ അവസ്ഥ? വീഡിയോ കണ്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.